നമ്മുടെയൊക്കെ തന്നെ ബൈക്കിൻ്റെ ക്ലച്ചിൻ്റെ പ്ലേ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലച്ച് പ്ലേറ്റിൻ്റെ ലൈഫും നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ സ്മൂത്താക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ ചാനൽ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ബൈക്കിൻ്റെ ക്ലച്ച് പ്ലേ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനു മുമ്പ് ചാനലിനകത്തിലാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ ആയിട്ട് കിടക്കാം. ക്ലച്ചിൻ്റെ എത്രമാത്രം പ്ലേ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു ലിവറിൻ്റെ ഭാഗത്തുനിന്ന് റബ്ബർ ബൂട്ടൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ക്ലച്ചൊന്ന് പിടിച്ചൊക്കെ എത്രമാത്രം പ്ലേ ഉണ്ടെന്നറിയാം. ഇപ്പോൾ കറക്റ്റ് പ്ലേയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊളവാക്കാൻ നിൽക്കുന്നില്ല. എൻ്റെ വണ്ടിയുടെ റെക്കമെൻഡ് ക്ലച്ച് പ്ലേ എന്ന് വെച്ചാൽ ഒരു 2 to 3 mm ആണ്. ഇപ്പോൾ അതിനകത്ത് തന്നെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയ രീതിക്കുള്ള മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെയാണ് ക്ലച്ച് പ്ലേയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു നോബ് കറക്കി ആൻറ്റി ക്ലോക്ക് വൈസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കറക്കിയിട്ട് ക്ലച്ച് പ്ലേ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് നെറ്റോടെ ടൈറ്റ് ചെയ്യുന്നതിലൂടെ ഇവിടുത്തെ മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിന് കുറച്ചുകൂടെ മേജറായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയ രീതിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് ആവശ്യം, ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ കേസിലാണെങ്കിൽ എനിക്ക് ആവശ്യം 2 ഡബിൾ സൈഡ് സ്പാനേഴ്സാണ്. ഒന്ന് 14 mm ഒന്ന് 12 mm ആണ്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് നമ്മുടെ ബൈക്കിൻ്റെ റൈറ്റ് സൈഡിൽ എൻജിൻ കേസിൻ്റെ അവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. മേജർ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഇതിൽ മൊത്തം 2 നെട്ടാണ് ഇവിടെ വരുന്നത്. ഒന്ന് ലോക്ക് നെട്ടും ഒന്ന് അഡ്ജസ്റ്റിംഗ് നെട്ടും. ഇത് സാധാരണ രീതിയിൽ കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് 2 നെട്ട് 2 സൈഡിലായിട്ടാണ് ഇടാറുള്ളത്. എങ്കിലും നമ്മൾ ഷോറൂമിൽ കൊടുത്താലും എവിടെ കൊടുത്തു കഴിഞ്ഞാലും അവരിങ്ങനെയായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയായിട്ട് യൂസ് ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 സൈഡിലാക്കി ഇട്ടേക്കുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 സ്പാനർ ആവശ്യം വരും. 12 mm സ്പാനർ ഈ ലോക്ക് നെട്ടിനും 14 mm നമ്മുടെ ഈ താഴത്തെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നട്ടിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരേ സമയത്ത് ഇതിലിട്ടിട്ട് നമ്മുടെ ലോക്ക് നെറ്റിൻ്റെ 12 mm നട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിൽ കറക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ലോക്ക് മാറും. അതിനുശേഷം ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് നട്ട് നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്ലച്ച് പ്ലേ കുറയും. തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസാണ് കറക്കുന്നതെങ്കിൽ നമ്മുടെ ക്ലച്ച് പ്ലേ കൂടും. അങ്ങനെ നമ്മളിത് കറക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ അതിൽ എത്രമാത്രം പ്ലേ ആണ് ആവശ്യം അതിൽ തന്നെ സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് കറക്കി കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ക്ലച്ച് പ്ലേ ഇപ്പോൾ കറക്റ്റ് ഒരു 2 to 3 mm തന്നെയാണ് കിടക്കുന്നത്. എൻ്റെ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്നതും ആ ഒരു പ്ലേ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കാതെ ഇങ്ങനെ തന്നെ ഇപ്പോൾ വെച്ച് പറയുന്നത്. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നട്ടിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലോക്ക് നട്ട് ഹാൻഡ് ടൈറ്റ് ചെയ്താലും മതി. കൈകൊണ്ട് കറക്കി അവിടെ കൊണ്ട് വയ്ക്കുന്നതിലൂടെ ഈ ഒരു പരിപാടി കഴിയുന്നതാണ്. നമ്മുടെ ക്ലച്ച് പ്ലേ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് പ്ലേറ്റിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്താക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു മെയിൻ്റെനൻസ് ആണ്. പ്രത്യേകിച്ച് കടയിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനായാലും ഇത് വണ്ടി എടുത്ത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ് ക്ലച്ച് പ്ലേ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ പണിയൊക്കെ അത്യാവശ്യം വണ്ടിയിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കണമെന്നുള്ളവരാണെങ്കിൽ തുടങ്ങാൻ പറ്റിയൊരു കാര്യമായിരിക്കും ഈ ക്ലച്ച് പ്ലേ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്ലച്ച് പ്ലേ, ടോട്ടൽ പ്ലേ, അങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിലൂടെ കുറച്ച് ചെറിയ പണികൾ ചെയ്തിട്ട് കുറച്ച് വലിയ പണികളിലോട്ട് ചെയ്ത് വരാൻ പറ്റും. ഞാനായാലും കുറേ പണി ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ പണിയൊക്കെ എനിക്ക് ആയിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യം. എങ്കിലും സ്വന്തമായിട്ട് വണ്ടി പണിയുമ്പോഴത്തേക്ക് അത് വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാ ID കൂടെ എന്നെ കമൻസിൽ കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാ IDയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അക്കൗണ്ടിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നായിരുന്നു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.